പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. പണ്ട് തൊട്ടിട്ട് എനിക്ക് ഈ പാചകത്തിൻ്റെ ഇതുകളൊക്കെ പേപ്പറിൽ വരുന്നതും ആരോഗ്യമാസിക മറ്റേ പണ്ട് വനിതയൊക്കെ വരച്ചു തുടർന്നു, അങ്ങനെ ഗൃഹലക്ഷ്മി ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പാചകക്കുറിപ്പുകളൊക്കെ എടുത്ത് ഇങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല മഴക്കാലമല്ലേ, നല്ല വർഷകാലമാണ്. ഈ വർഷകാലത്തെ സമയത്ത് നമുക്ക് ഉച്ചരിഞ്ഞ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ തപ്പിപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിൾ സാധനമാണ്, നിങ്ങളൊക്കെ വയ്ക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച തിരിഞ്ഞ് സരിതിക്ക് കാലിന് വയ്യ, കാലിനെ ഭയങ്കര ഞൊണ്ടല വേദന. ഞൊണ്ടൽ എന്ന് പറഞ്ഞ വേദന തന്നെ. വേദന ഉള്ളത് കൊണ്ടല്ല ഞൊണ്ടി നടക്കണേ. അപ്പൊ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. വേദനയുടെ ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നടക്കണത്. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 ദിവസമായിട്ടാ തുടങ്ങിയിട്ട്. മഴ പെയ്തപ്പോഴേ തണുപ്പടിച്ചിട്ടാണോന്ന് അറിയില്ല, അകത്ത് ചെരുപ്പിട്ട് ഞാൻ അകത്ത് ഇടാനായിട്ട് ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. അല്ല ഇനിയിപ്പോ അത് വാങ്ങിച്ചു തന്നില്ല, ഞാൻ പറയണേ കൊട വാങ്ങിച്ചു തന്നില്ല, ഇത് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞില്ല, ചെരുപ്പ് പരാതി പറയണല്ലോ, അതുപോലെ പറയണില്ലേ. കാലിൻ്റെ ഇവിടെ വേദന, ഇവിടെയാണ് വേദന. 2 കാലിനുണ്ട്, ഈ കാലിന് ഇത്തിരി കൂടുതൽ. പിന്നെ അത് നടക്കുമ്പോൾ മാത്രമല്ല, രാവിലെ ആ വേദന വെച്ചിട്ട് നിന്നിട്ട് പണികളൊക്കെ ജഗ്ഗുന് സ്കൂളിൽ പോകുമ്പോഴത്തേക്കുള്ളതൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് പിന്നെ ഭയങ്കരമായിട്ട് കൂടി. തീരെ നടക്കാനും പറ്റില്ല, നടക്കാണ്ട് വെറുതെ ഇരിക്കുമ്പോഴും ഭയങ്കര വിങ്ങലായി കാലുമേ. അപ്പം ഞാൻ മറ്റേ മുറിവെണ്ണയൊക്കെ പരട്ടി ഉഴിഞ്ഞ് ചൂടൊക്കെ പിടിച്ചു, പക്ഷെ എന്നിട്ടും വേദന പോണില്ല. അപ്പം ഞാൻ ഭയങ്കര വിങ്ങലായി, എനിക്കിരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല, ഭയങ്കര വിങ്ങൽ. അപ്പം ഞാനൊരു വേദനയുടെ ഗുളിക കഴിച്ചു. അത്രയ്ക്കും പറ്റാണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുള്ളൂ വേദനയുടെ ഗുളിക. അത് കഴിച്ചിട്ട് അങ്ങനെ കിടന്നപ്പോൾ വേദന കുറഞ്ഞു. പക്ഷെ നടക്കുമ്പോൾ വേദനയുണ്ട്, വിങ്ങൽ പോയി. അപ്പോൾ ഇവർക്ക് കൊള്ളിയും പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറയാനൊന്നും ഇല്ല. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, വെറുതെ ഇവിടെ വന്ന് ഇരുന്നാ മതി, നിനക്കൊരു സാധനം ഉണ്ടാക്കി തരാന്ന്. എനിക്കൊരു സാധനം എന്നല്ലേ, എനിക്ക് കൂടിയിട്ടുള്ളതാണ്. അതെ, എന്നാ ശരി, നമുക്കൊരു സാധനം. അവള് ഞാൻ മഴ പെയ്തപ്പോൾ കൊള്ളി പറിച്ചു, നമ്മുടെ കൊള്ളി പറിച്ചേട്ടാ. അപ്പോൾ കൊള്ളി പറിച്ച് ഇത് ഓടിച്ചു പോകണത്. ഇത് എനിക്ക് അപ്പോൾ അവിടെ 4-5 ഉള്ള സ്ഥലത്ത് കണ്ട കൊള്ളി പറിച്ചതേ, ഇത് ഓടിച്ചു പോകണം. പക്ഷേ ഇത് മഴ കൊണ്ടപ്പോഴേ നാശമായിരുന്നുകൊണ്ട്, മഴ വെള്ളത്തിലാണ് നിൽക്കുന്നത്, നമ്മുടെ ഒക്കെ വെള്ളത്തിലായി. അപ്പോൾ അത് പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ കൊള്ളി വാങ്ങിച്ചു കൊടുന്നു, കടയിൽ നിന്ന് കൊള്ളി വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ ഈ കൊള്ളിയാണ് പറിച്ചതുണ്ട്. അപ്പോൾ ഞാൻ ഈ കൊള്ളിയിൽ നിന്ന് ചടുപ്പിടുന്ന നന്നാക്കട്ടെ കേട്ടോ. കൊള്ളിയാണ് മെയിൻ സാധനം. കപ്പ ഞാൻ ഇരുന്നിട്ട് ചെയ്യേണ്ട പണികളൊക്കെ ഞാൻ ചെയ്തു തരാൻ അത് ഉള്ളി സമയമുണ്ട്, ഞാൻ ഇവിടെ നന്നാക്കാം. അപ്പൊ നീ ഇവിടെ അയ്യോ അതിന്റെ പേര് ഞാൻ മറന്നല്ലോ. അപ്പൊ ആദ്യം നമ്മുടെ കൊള്ളി തൊലി കളഞ്ഞ് നന്നാക്കി വേവിക്കാൻ വെക്കലാണ് മെയിൻ പണിട്ടാ. ഇത് ഏത് സ്ഥലക്കാരെയൊന്നും അറിയില്ലേ, നമ്മള് വർഷകാലത്തേ ബുക്കിൽ കണ്ടതല്ലേ. ഇപ്പോഴും നല്ലത്. നമ്മള് ഞാനേ അന്ന് അല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മള് പെൺകോന്തന്റെ അർത്ഥം പറയാന്ന് പറഞ്ഞില്ലേ. പെൺകോന്തനും പിന്നെ പ്രൊസീനിയം എന്ന് പറയണതിന്റെ അർത്ഥവും പറയാന്ന് പറഞ്ഞു ചേട്ടൻ. എന്നിട്ട് ചോദിച്ചാ പ്രേമേട്ടനോട്? നമ്മളന്ന് ചോദിച്ച് ഞങ്ങള് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്കതാണ്ടേ കൃത്യമായിട്ട് ഓർമ്മയില്ല. പെൺകോന്തന്റെ ഡെഫിനിഷൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് ഓർമ്മയില്ല. മുന്നെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കണ പോലെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണതാ അല്ല, ഭാര്യ പറയണത് മാത്രം കേട്ട് അങ്ങനെ നമ്മള് സാധാരണ പറയാം. അങ്ങനെയല്ലാന്ന്. ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ പെൺകോന്തെന്ന് പറയാ, അവൻ പെണ്ണിന്റെ പിന്നെ സരിത പറയുന്ന വാക്ക് മുഴുവൻ കേട്ട് നടക്കുന്ന പെൺകോന്ത. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ പറഞ്ഞത് ഒന്നും ചേട്ടൻ കേക്കില്ല. നമ്മുടെ വീഡിയോ കാണുന്നവരല്ല, പക്ഷെ ചില ആളുകള് പറയുന്നുണ്ട്. അപ്പൊ പെൺകോന്തെന്ന് പറയുന്നതേ, ഭാര്യ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവൻ പെൺകോന്തനല്ല. കാരണം പെണ്ണുങ്ങൾക്കാണ് നിരീക്ഷണ പാഠവും കൂടുതൽ. അവര് മുഖേന അവര് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മുടെ ജീവിതത്തിലെ പുരോഗതി വരുത്താണെങ്കിൽ അവര് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ജീവിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, ഭർത്താക്കന്മാര്, അവരെങ്ങനെ പെൺകോന്തന്മാരാവുന്നു? കാരണം
അവർക്ക് ആണുങ്ങളെക്കാളും കൂടുതൽ നിരീക്ഷണ പാഠമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവരെങ്ങനെ പെൺകോന്തന്മാരാവും? നല്ല ജീവിതം നയിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കല്ലേ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ എങ്ങനെ പെൺകോന്തെന്ന് വിളിക്കും? പെൺകോന്തെന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നാട്ടില് അമ്മായിമ്മയുണ്ട്, മരുമോളുണ്ട്, ഭർത്താവുണ്ട്. ഭാര്യയും ഭർത്താവും അമ്മായിമ്മയുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അമ്മായിമ്മേരെ അടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ജോലി ഭർത്താവിനുണ്ട്. ഭർത്താവിനോട് പറയുന്നത്, നിങ്ങളെ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്താൽ മതി. വിദേശത്താണെങ്കിൽ കുറച്ച് ശമ്പളമുള്ളോ, ഇവിടെ കിട്ടുന്നതിന്റെ പകുതി ശമ്പളമുള്ളോ, അപ്പൊ നിങ്ങൾ അവിടെ പോയി ജോലി ചെയ്താൽ മതി. അതായത് ഭർത്താവിനെ അമ്മയിൽ നിന്ന് അകറ്റവും ചെയ്യാനുള്ള ഒരു ഇതില് ഭാര്യ പറയാണ്. അപ്പൊ അത് കേട്ടിട്ട് ഭർത്താവ് ഇവൻ പോവാണ്, അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നവനെ പെൺകോന്തെന്ന് വിളിക്കുക. അങ്ങനെയുള്ളവരെയാണ് പെൺകോന്തെന്ന് വിളിക്കുക. പിന്നെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകോന്തന്മാരെ ഇന്ന് നമ്മുടെ നാട്ടുകാരൊക്കെ ആളുകളൊക്കെ പറയില്ല. ഇപ്പൊ പെൺകോന്തം നമ്മൾ പൊതുവെ ഭാര്യ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നടക്കുന്നവനെ പെൺകോന്തെന്ന് പറയുന്നു. അവരാണ് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവരുന്ന്. മനോഹരമായ ജീവിതം നയിക്കുന്നവർ അവരാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാ? മനസ്സിലായില്ലേ? ഇപ്പൊ പെൺകോന്തെന്ന് പറഞ്ഞ എന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അതായത് പറയും ജീവിതത്തിന്റെ ഉന്നമനത്തിനുള്ള നല്ല ഐഡിയകൾ ഭാര്യമാര് പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ച് അതിനനുസരിച്ചിട്ട് ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുത്ത ഭർത്താക്കന്മാരെ പെൺകോന്തെന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ജീവിതത്തിനെ മോശം കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യ പറയണത് കുടിയിൽ ചെന്ന് ചാടി നല്ല ഇതുകള് നശിപ്പിക്കുന്ന ആണുങ്ങളെ അങ്ങനെ വിളിക്കാം അല്ലേ? നമ്മുടെ സമൂഹം അല്ലാണ്ട് എല്ലാതും ഭാര്യ പറഞ്ഞ അനുസരിക്കുന്ന എല്ലാ ആണുങ്ങളെയും പെൺകോന്തെന്ന് വിളിക്കാൻ പറ്റില്ല. ശരി, അതായത് ഇപ്പൊ ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ സരിത ഞാൻ പെൺകോന്തെന്നാണ് പറയപ്പെടുന്ന ആളുകൾ പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞു അല്ല, നീ പറഞ്ഞതല്ല. ചില ആളുകള്, ചുരുക്കം ചിലര് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒരുവിധമൊക്കെ സരിത പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തില് നീ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോ അത് മനോഹരമായി മാറി ഇവിടെ ഇല്ലേ? പണ്ടും ഇവിടെ കിടന്നോടന്ന് എങ്ങനെയാ കിടന്നോടന്നും നമ്മുടെ വീടിന്റെ വരെ ഐഡിയകൾ സരിതയാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ എൻ്റെ ഐഡിയയിലാണെങ്കിലോ. അപ്പോൾ നമ്മുടെ സമൂഹം കൽപ്പിച്ച് വെച്ചിട്ടുള്ള പെൺകോന്തെന്ന് പറഞ്ഞ വാക്ക് അത് നമ്മുടെ ഇതിന്ന് നിഘണ്ടുന്ന് ഇനി മാറ്റി കളയാം അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതാണ് പെൺകോന്തന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. പ്രേമേട്ടൻ പറഞ്ഞതല്ലേ? പ്രേമം പറഞ്ഞാണ് പ്രേമേട്ടന്റെ ബുദ്ധിയിൽ ചെറിയ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യമാണ് അല്ലേ? ആളുകൾ വെങ്കോന്തൻ എന്ന് പെങ്കോന്തന്റെ പീക്ക് എന്നല്ല പറയാ? അല്ല, ഭാര്യയെ പേടിന്ന് എന്ന് പറയാ പെങ്കോന്തൻ. ഇത് കേട്ടെ, ഭാര്യയെ പേടി, ബി പി ഉണ്ടെന്ന്. ചേട്ടന് ബി പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട്. എനിക്കൊരു പേടിയില്ല, ആരും പേടിയില്ല. നമ്മൾ പേടിക്കുന്നത് കൊള്ളി കഴുകാട്ടോ നന്നായിട്ട്. ഇതിനൊരു മഹത്തായ നീങ്ങിരുന്നു ചേട്ടൻ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ വീഴും ചേട്ടൻ മൂക്കുത്തി. ഞാൻ വീഴുന്നില്ല. നല്ല കാര്യങ്ങൾ ഭാര്യമാര് പറയുമ്പോ അനുസരിക്കണം. ഈ വക സാധനങ്ങളൊന്നും നല്ല കാര്യല്ലേ? നല്ല കാര്യം തന്നെ, നല്ല കാര്യം. ഇങ്ങനത്തെ അല്ല, ഇതൊക്കെ അല്ലാതെ ബാക്ക് ഭാഗം പൊന്തിട്ട് പെട്ടെന്ന് ഒന്ന് ഇറങ്ങി ചേട്ടൻ മൂക്കുത്തി വീഴ, പെട്ടെന്ന് കിട്ടില്ല. അതന്നെ അപ്പൊ ഇങ്ങനെ പറയുന്ന ആളെ പെങ്കോന്തെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ അനുസരിച്ചു, ഈ സരിത പറയുന്നത് ഞാൻ അനുസരിച്ചു, ഇതെങ്ങനെ നീക്കി വെച്ചു. അപ്പൊ എന്നെ പെൺകോന്തെന്ന് വിളിക്കാൻ പറ്റുമോ? പറയൂ. അപ്പോൾ ചില വികലമായിട്ടുള്ള മനസ്സുള്ള ആളുകളുടെ ഇതാണ്. എന്തായാലാവട്ടെ. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ അത് മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഇത് അല്ല, ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും, അയാൾ ഭാര്യ പറയണ മാത്രം അനുസരിച്ചിട്ടാണ് ജീവിക്കണേ. അയാൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഇല്ല. അങ്ങനെ ജീവിച്ചു പോവാണെങ്കിലേ മറ്റുള്ളവരെ ബാധിക്കില്ലല്ലോ. അവരുടെ ജീവിതമല്ലേ. പക്ഷെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു ചൊറിയാനായിട്ടൊരു സുഖം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നീ കൊള്ളി നന്നാക്കട്ടെ. പണ്ടത്തെ ഓരോ സിനിമകൾ കാണുമ്പോ അന്ന് നമുക്ക് ഭയങ്കര ശരിയാണ് തോന്നിയിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ കാണുമ്പോ നമുക്ക് അത് എന്തൊരു മോശമായിട്ട്. നമ്മളെല്ലാവരും സിനിമ ഉണ്ടല്ലേ? അല്ല, ഇന്ന് ഏപ്രിൽ 18 എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അല്ല, ഏപ്രിൽ 18 എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ബാലചന്ദ്ര മേനോന്റെ. ശോഭനയുടെ ഫസ്റ്റ് പടല്ലേ ഏപ്രിൽ 18. അതില് ഒരു സാരി, അതായത് ഒരു ഫംഗ്ഷനിൽ പോവാണ് കേട്ടോ, ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്.
അതായത് സ്കൂളിൽ ഇവൻ എസ് ആണ് ആര് ബാലചന്ദ്രൻ എസ് ആണ് ബാലചന്ദ്രൻ ഭാര്യയാണ് ശോഭന പറഞ്ഞോളൂ. അപ്പോൾ സ്കൂളിൽ ഒരു പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബാലേന്ദ്ര മേനോനെ ക്ഷണിക്കും. അവിടുത്തെ ആനിവേഴ്സറി എന്ന് തോന്നുന്നു, വാർഷികം. ഭാര്യയ്ക്ക് കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കാൻ ഭാര്യ അങ്ങനെ പറഞ്ഞിട്ടാണ് ക്ഷണിക്കുക. അപ്പോൾ ഇവർ പോകുമ്പോൾ ശോഭന ഡ്രസ്സ് മാറി വരണത് കാര്യം അത് മൊത്തത്തിൽ കാണുമ്പോൾ ഒട്ടും ചേരാത്ത പോലെയാണ് കേട്ടോ ചെയ്തേക്കണേ. സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട് സാരി ഉടുത്തിട്ടുണ്ട്, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ജിമിക്കി കമ്മൽ ഇട്ടിട്ടുണ്ട്, പിന്നെ മുടി ഒരു ജാതി മോഡലിലും കെട്ടിയിട്ടുണ്ട് അങ്ങനെ. പക്ഷേ അപ്പം അത് തമ്മിലൊന്നും കോസ്റ്റ്യൂം ഇങ്ങനെ മറ്റേ ആക്സസറീസ് ആയാലും ഒന്നും ചേരുന്നില്ല. പക്ഷെ അത് ഉടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ കാണണമല്ലോ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ട്. പക്ഷെ ബാലേന്ദ്രമേനോൻ പറയാണ് ഇങ്ങനെ ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കാനല്ല നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേ, അങ്ങനെയാ പറയണേ. ഏതാണ്ട് മറ്റേ ഇത്രം പോകുന്ന ഷോർട്സും അങ്ങനെ കുഞ്ഞു ടോപ്പൊക്കെ ഇട്ട് വന്ന പോലെ. സാരിയാണ് ഉടുത്തിട്ടില്ല, ആകെ മൂടിയിട്ടുണ്ട്. പക്ഷെ സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടു മാത്രം. ഇത് പോയിട്ട് വേറെ മര്യാദയ്ക്കുള്ള സാരി എടുത്തിട്ട് വായോ എന്നിട്ട് ഉടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് വിടും. അപ്പോൾ സാരി ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് വരും. അപ്പം എത്ര ഐശ്വര്യം നോക്കിയപ്പോൾ കാണാൻ അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ അതിൽ പറയണത് എന്തിട്ടാണെന്നറിയോ, മിക്സി പിന്നെ ഗ്യാസ് സ്റ്റൗമിലൊന്നും ഭക്ഷണം ഉണ്ടാക്കുന്നത് ചേട്ടന് ഇഷ്ടമല്ല. ചേട്ടൻ പറയണത് വിറകടുപ്പിൽ ഊതി 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 കത്തിച്ചാലാണ് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞ അങ്ങനെയാണ് അരച്ച് വെക്കണം. അങ്ങനെയൊക്കെയാണ് ബാലേന്ദ്ര മേനോന്റെ കൺസെപ്റ്റ്. അയ്യോ, അതായത് എല്ലാം ഭാര്യമാര് അടുക്കള പണി നല്ല പോലെ പണിയെടുത്ത് വയ്യാണ്ടായി ചെയ്യണം എന്നുള്ളതാണ്. അല്ല, അന്നത്തെ ആണുങ്ങളുടെ ആയാലും മൊത്തത്തിലെ വീട്ടിലൊക്കെ കാഴ്ചപ്പാട് അതായിരുന്നു. അങ്ങനെ ചെയ്താലാണ് പെണ്ണുങ്ങളെ ഈ പെൺമക്കളെ കല്യാണം കഴിച്ച് പോണ വീട്ടില് അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നത് ഇത് തന്നെയാണ്, നന്നായി പണിയെടുക്കണം. അതന്നെ, അല്ലെങ്കിൽ അമ്മമാർക്കാണ് ഇങ്ങനെയാണോ മോളെ അതന്നെ മോളെ പഠിപ്പിച്ചു വിട്ടോണത്. അപ്പൊ അങ്ങനത്തെ കുറെ വികലമായിട്ടുള്ള കുറെ ഇതുകളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മാറി കുറെ അല്ലേ. പക്ഷെ അതേസമയം ഗൃഹപ്രവേശ സിനിമയിലോ പാവം ജഗതി ഗവൺമെന്റ് ജോലിയാണ്. എവിടെയാ? PWDയില് UDC ആണ്, UD ക്ലർക്കാണ്. ആ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് പാവം വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും വേഗം ചപ്പാത്തി വരത്ത മനുഷ്യ. എന്നിട്ട് വേണം മറ്റെന്തിട്ട് കൂട്ടാണ്ടാക്കാൻ, അരിക്കുള്ള കൂട്ടാണ്ടാക്കാൻ. എനിക്ക് ചിത്രഹാറ് കാണാനുള്ളതാന്നുണ്ട്. കയറില്ലേ അന്ന് കയറ് മറ്റേ ഇതായിട്ട് ഉണ്ടായിരുന്നു. കയറ് നോവലില്ലേ, അത് മറ്റേ ഈ മറ്റേ രാമായണം മഹാഭാരതം പോലെ എപ്പിസോഡ് അത് കാണാൻ അവള് പറയുന്നത് കയറ് കാണാനുള്ളതാണ്. അന്നേ 8:45 കയറ്, അല്ല 9 മണിയോട്ട് കയറുണ്ടായിരുന്നു. അത് കേന്ദ്ര ദൂരദർശനിന്റെ ഇതിലായിരുന്നു. അപ്പൊ നമ്മള് കൊള്ളി നന്നാക്കി ഇത് അടുപ്പത്ത് വയ്ക്കാട്ടാ. കൊള്ളി നമ്മുടെ സ്റ്റീൽ കലത്തിലാണ് വെക്കുന്നത്, കഞ്ഞി കലത്തിലാണ് വെക്കുന്നത്. എന്തുട്ടാ മഴ അല്ലപ്പോ. അടിപൊളി. വേവിക്കാം, തീ കത്തിക്കാം. ഉള്ളി നന്നാക്കൽ മാത്രം എനിക്കൊരു പണിയുള്ളൂ. നാളെ രാവിലെ എണീക്കുമ്പോഴും എനിക്ക് വേദന ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ പോകണട്ടാ. വിറകൊക്കെ നനഞ്ഞ കാരണം ഞാനൊരു ചാക്കിൽ അവിടെ ഇതേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. കാരണം ഒക്കെ നനവല്ലേ നമ്മളേ. സരിതേ, ഈ സാധനം ഇപ്പൊ ഈ പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ല, എന്നിട്ട് എന്നെ പെൺകൊന്ന് വിളിക്കൂ എന്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നീ വെറുതെ അവിടുത്തെ ഉള്ളി ആക്കണം, ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ പെൺകൊന്ന് വിളിക്കില്ലേന്ന് സാധാരണഗതിയിലേ. അമ്മമാർക്ക് വയ്യാണ്ടിരിക്കുമ്പോ ആൺമക്കള് സഹായിച്ചു കഴിഞ്ഞാ അവര് ഭയങ്കര നല്ല മോൻ അല്ലേ. ഭാര്യയ്ക്ക് വയ്യാണ്ടാവുമ്പോ ഭർത്താവ് സഹായിച്ച പെൺകോന്തനാവും അല്ലേ. എന്ത് സമൂഹം അത്. ജഗ്ഗുന്റെയും നിതിന്റെയും ഡയലോഗാ. എന്ത് സമൂഹം അത്. എന്നിട്ടെന്നാ പറയാ നിങ്ങള് എന്തോ ഒരു ഡയലോഗ് പറയല്ലോ, സമൂഹം ശരിയല്ല എന്ന് പറയും. അല്ല ഇപ്പോഴത്തെ കാഴ്ചപ്പാട് ഇപ്പോഴൊന്നും അങ്ങനെ ആരും പറയൊന്നുമില്ല, പറയൊക്കെ ചെയ്യും. അതെ പറഞ്ഞ പോലെ 18ാം നൂറ്റാണ്ടിന്ന് 16ാം നൂറ്റാണ്ടിന്നൊക്കെ ബസ് വണ്ടി കിട്ടാത്ത കുറച്ച് പേരുണ്ടാവും, അവര് മാത്രം പറയുള്ളൂ. അവർക്ക് ആ ഒരു കൺസെപ്റ്റിനെ മാറ്റാൻ പറ്റില്ല. ഇവര് അമ്മേനെ സഹായിച്ച എല്ലാവരും അമ്മേനെ സഹായിച്ച് വളർന്നത് കൊണ്ടാണ് ഇവര് ഭാര്യമാര് സഹായിക്കണേ അല്ലേ. ചേട്ടനായാലും അല്ല ചേട്ടനായാലും പിന്നെ ആരാ
എല്ലാവരും നമ്മൾ കൊള്ളി അടപ്പത്ത് വയ്ക്കാൻ പോകണ്ട. അതെ, ഇപ്പം നമ്മൾ ഈ കൊള്ളി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ, അല്ല വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ഇതിൽ ഉപ്പിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൽ ഉപ്പിടാൻ പാടില്ല. ഇപ്പോൾ ഏതില്? ഈ കൊള്ളി വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ ഉപ്പിടാൻ പാടില്ല. ഇപ്പോൾ അത് ഉപ്പിടുന്നത് എന്ന് പറഞ്ഞിട്ട് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് അതിലേക്കാണ് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ എന്ന്. അപ്പൊ കൊള്ളിക്ക് ഒരു കരകരപ്പ് വരും, ഇത് കൂടുന്നു. എന്ത് ഉപ്പിട്ടാ? തുടക്കം ഉപ്പിട്ടാലോ? അപ്പൊ ഈ കണ്ട കാലം മുഴുവൻ നമ്മള് കൊള്ളിയിലെ തുടക്കം ഉപ്പിട്ടിട്ട് ഒരു കരകരപ്പം കണ്ടിട്ടില്ലല്ലോ. അതിനെന്നെ ചോദിച്ചിട്ട് കാര്യം, ഞാൻ അതിൽ എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിലങ്ങനെ എഴുതിക്കോട്ടെ, നമ്മൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കറിയാലോ അങ്ങനെ ഒരു കുഴപ്പമില്ല കൊള്ളിക്കിന്ന്. ഇല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തന്നേ. ചില ആളുകളുടെ ഇപ്പഴേ ഉപ്പിട്ടാൽ അതിന്റെ ഉള്ളിക്ക് നന്നായി പിടിക്കുള്ളൂ, അല്ലാണ്ട് ലാസ്റ്റ് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഉപ്പ് അവിടെ ഇവിടെ പിടിക്കും. അപ്പൊ നമുക്ക് ഉപ്പിടല്ലേ, ആരും കാണാണ്ട്. ഇത് എഴുതിയ ആളുകൾ കാണുമല്ലോ. ചേട്ടന് എന്താണ് ചേട്ടന്റെ യുക്തിക്ക് അനുസരിച്ച് തോന്നണെങ്കിൽ അതുപോലെ ചെയ്തോ. ലാസ്റ്റ് നീ കാരണം കൊണ്ടാന്ന് പറയരുത് എന്നോട്. ഞാൻ മര്യാദക്ക് അതില് പറഞ്ഞത്. പെൺകോന്തനാവുന്നു കണ്ടാ, സരിത പറഞ്ഞ് കേൾക്കാൻ ഉപ്പിടാൻ പോവാ. ഉപ്പിടാം കേട്ടാ. അപ്പോൾ നമ്മൾ ഉപ്പിടുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൊള്ളി വെന്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഒരു സാധനം ചതയ്ക്കാം. നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ കുഞ്ഞ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അമ്മീമിൽ തന്നെ ചതയ്ക്കണമെന്നില്ല. ഇത് പറഞ്ഞ രീതിയിൽ ചതയ്ക്കുകയാണെങ്കിൽ പല മിക്സിയിൽ വേണമെങ്കിൽ ചതയ്ക്കാമല്ലോ. തരുത ആക്കി കൊണ്ടുവരായിരുന്നു. വേണ്ട, ചേട്ടൻ അമ്മീമ അരച്ചിട്ട് ഞാൻ നോക്കിയിരിക്കുമ്പോ എന്തോ പോലെ. ചേട്ടൻ അവിടെ വിറകടുപ്പിന്റെ അവിടെ ഇരിക്കുമ്പോ എനിക്ക് ഒന്നും തോന്നില്ല, ചെയ്യാറുള്ളതല്ലേ ചേട്ടൻ. പക്ഷെ എന്റെ മേഖലയാണല്ലോ. എനിക്ക് ഉള്ളി തെറിച്ചു പോവെന്നുള്ളൊരു പേടി മാത്രമല്ലോ. അയ്യോ, ഞാനാണ് ഇത് എത്ര സമയം കൊണ്ടാ ചതയ്ക്കാ. ചേട്ടൻ എന്ത് സ്പീഡിലാണ് കഴിഞ്ഞ തൊട്ട് ചേട്ടൻ ഉള്ളി ചതച്ചാൽ മതി. ഒരെണ്ണം പോലും തെറിച്ചു പോകാൻ പാടില്ല, വെറുതെ ചതയ്ക്കുക എന്നുള്ളത്. ഉള്ളി ചതക്കൽ കഴിഞ്ഞു. ഇനി പച്ചമുളക് ഇടുന്നു. ജീരകത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടരുത്. പോളിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടരുതെന്ന് പറഞ്ഞ പോലെ ജീരകത്തിലില്ല, അതിൽ ജീരകം പറഞ്ഞിട്ടില്ല. ഞാനത് ആലോചിച്ചൂടാ, ചൂനിയമുളക് നല്ല എരിവെള്ളാന്ന് തോന്നുന്നു. ഇല്ല, ഇനി അതിട്ടു, അത് ആക്കി നല്ല എരിവെള്ളം. പിന്നെ നാളികേരം കേട്ടാ. നാളികേരത്തിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര മതി മഞ്ഞൾപ്പൊടി. ഇനി എല്ലാം കൂടിയിട്ടിരുന്ന് ഒന്ന് ഒതുക്കുക എന്നാ പറയാ അവർ. ഒതുക്കുക സരിതാ, ഭയങ്കരമായിട്ട് ഇതാക്കരുത്. പക്ഷെ കുറച്ചും കൂടി ആവണം ചേട്ടാ. ഇതൊട്ടും ആവണില്ല. അപ്പുറത്തുനിന്ന് അങ്ങനെ തന്നെ ഇപ്പുറത്തേക്ക് പോരുക. എനിക്കരയ്ക്കാൻ അറിയണ്ടല്ലേ, ഞാനത് വേണ്ടാച്ചിട്ട് അതിനീട് ചമ്മന്തിയാക്കാൻ വേണ്ടിയിട്ടല്ലോ. മറ്റേ നാടോടിക്കാറ്റ് സിനിമയില്ലേ, അതിൽ ശോഭനി മോഹൻലാലും ജീവിതം സ്വപ്നം കാണില്ല അവര്. അപ്പൊ മോഹൻലാൽ അമ്മീം മരയ്ക്കുന്ന ഭാഗമല്ലേ ഓർമ്മയില്ല. ഒന്നും കൂടി ഒന്ന് ആക്കാം.
കൊള്ളിരുന്ന് ഇളക്കുള്ളൂ അവിടെ സരിതാ. ഇളക്കാറായിട്ടില്ല. തിളച്ചിട്ടില്ല ചേട്ടാ ഇതുവരെ. ഇല്ലേ? ചൂടായിട്ടുള്ളോ? കഴിഞ്ഞോട്ടാ. ഇത് ഒതുക്കിയെടുത്തു. ജഗ് പറയണേ ചാർലിക്ക് ഇമ്രാൻ എന്താ സുഖം നിന്ന് കാലത്ത് ട്യൂഷന് പോകുമ്പോ പറയാ. എന്തോരം നേരം വേണേ കിടന്ന് ഉറങ്ങാൻ, കളിക്കാൻ, ഓടാം. അങ്ങനെ ഒതുക്കി കൂട്ടിയെടുത്തുട്ടാ. ഇനി കൊള്ളി വേണം. ഞാൻ കഴുകി അമ്മി നിന്ന് സരിത കഴുകണ പോലെ ഞാൻ കഴുകി വയ്ക്കാൻ പോവാ. തള വന്നാ ഞാൻ വരും. എന്നിട്ടൊരു ഊതും തളയ്ക്കും. അതിലേ ചിരട്ട വെച്ച് കൊടുക്കേണ്ടി വരും. മര്യാദക്ക് കത്തുള്ളയാ. കത്തല്ലേ ശരിക്കും? കത്ത് ഇപ്പൊ കത്തി തുടങ്ങിന്നോ? കത്തുണ്ട്, പക്ഷെ അത് പോരാ. തണുപ്പം മട്ടില്ല, ലെക്ക് കെട്ട മട്ടല്ലേ? ആ പിന്നെ എനിക്ക് ഇറക്കിയിരിക്കാം നന്നായിട്ട്. ഞാൻ നന്നായി തീ കത്തിച്ചിട്ട് അടങ്ങും. വർഷകാലം ആകുമ്പോൾ അമ്മമാർ പറഞ്ഞ പോലെ പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു അല്ലേ ഈ അത് ഒരു വട്ടം തീ കത്തിച്ചാൽ പോരെ. കാലത്ത് കഞ്ഞിക്കുള്ള തീ കത്തിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം കഞ്ഞിക്കുള്ളത്. ആ സമയത്ത് വൈകുന്നേരമൊക്കെ അരി വാങ്ങിച്ചു കൊണ്ടുവരാ. പണി കഴിഞ്ഞിട്ടേ കാശ് കിട്ടിയിട്ടല്ലേ ഈ അരി വാങ്ങിച്ചു കൊണ്ടുവരാ. ആ സമയത്ത് വീണ്ടും തീ കത്തിക്കണം. ഈ മഴക്കാലത്തെ കാര്യം ആലോചിക്കുക. കൊറേ അംഗങ്ങളുണ്ടാവല്ലോ. വലിയ വീടുകളിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. വലിയ മന പോലത്തെ, അതായത് കാലത്ത് പലഹാരം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ തലേദിവസം മറ്റേ ഇതിലാട്ടി ഉഴുന്നും അരി ആട്ടി വെക്കണം അല്ലെ. എന്നിട്ട് ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കണം. അതിലേക്ക് കറി, പിന്നെ ഉച്ചക്കിലേക്ക് ചോറും കറികളും. നമ്മളെ പോലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കാലത്തൊരു ചോറ്, ഒരു കൂട്ടാനുണ്ടാക്കിയ പണി കഴിഞ്ഞു. പക്ഷെ അവിടുത്തെ അടുപ്പൊന്നും ഒരിക്കലും കേടുണ്ടാവില്ലേ. പിന്നെ അങ്ങനെയാണ് കത്തിച്ച് പോവും. അപ്പൊ പ്രൊസീനിയത്തിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ ചേട്ടൻ. പ്രൊസീനിയത്തിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലേ. അതായത് ഒരു വശത്തു നിന്നുള്ള കാഴ്ച. അതറിയാം എന്തുകൊണ്ട് ആ പേര് വന്നു. ഇപ്പൊ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ചേട്ടൻ പറഞ്ഞില്ലേ ബ്രെഡ് പീസ് സെന്ററിലൊരു ഇത്, അതുകൊണ്ടാണ്. അപ്പൊ സെന്ററിലുള്ള ആ സാധനം കൂട്ടാണ് നാടകം നടക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ബ്രെഡ് പീസാണ് കാണികൾ എന്ന് പറഞ്ഞു. ഈ പ്രൊസീനിയം എന്ന് പറയുന്ന വാക്ക്, ആ വാക്ക് എങ്ങനെ വന്നു? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അയ്യോ, അത് വാക്കിന് അർത്ഥം എനിക്കറിയില്ല. അതല്ല പറയണ്ടേ. പ്രൊസീനിയം എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കളിക്കുമ്പോ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കാണുന്നതാണെന്നറിയാം. അതറിയാം. അത് എന്തുകൊണ്ട് ആ വാക്ക് വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലേ? അതറിയില്ല. പിന്നെയുള്ളൊരു സ്റ്റേജാണ് അരീന എന്ന് പറഞ്ഞിട്ടുള്ളത്. അരീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവില് നാടകമല്ല, എന്ത് കലാപരിപാടി നടക്കുന്ന ഇത് ചുറ്റും കാണികൾ. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായതാണെന്നാണ്. അല്ല, ഈ പ്രൊസീനിയം ആണ് വിദേശം. നമ്മുടെ സാൻഡ്വിച്ച് ഇതൊക്കെ തിരുവാതിരക്കളിയൊക്കെ സെന്ററിൽ കളിച്ച് ചുറ്റും അരീന എന്നല്ല പറയാ. പിന്നെ കുറെ സാധനങ്ങളുണ്ട് അങ്ങനെ അരീന ഇതുകള് ചുറ്റും. ഇപ്പൊ കളരിപ്പയറ്റ്, ഗുസ്തി, അല്ലെങ്കിൽ വാൾപ്പയറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെന്ററിൽ സ്റ്റേജിൽ ചുറ്റും ആൾക്കാർ ഇരുന്ന് കാണാനല്ലേ. അതിന് അരീന എന്ന് പറയും. നമ്മുടെ അക്കാദമിയിൽ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഈ ചർട്ടയിൽ ഇങ്ങനെ കമത്തി വെച്ച പോലെയാണ് ആ സ്റ്റേജ്. ഇതിൻ്റെ നടുവിലാണ് നാടകം കളിക്കുക. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കാണികളിരിക്കുക. ഇത് വലിയൊരു ഇതാണ്. നമ്മുടെ ഈ ടെൻറ്റ് കെട്ടിയ പോലെ. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു നാടകം കണ്ടിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് നാടകം കളിച്ചിട്ട് ആ നാടകത്തിൻ്റെ ഉള്ളിൽ ഇപ്പോക്കിന് അപ്പൊ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതില് നമുക്കും കൂടി ചെന്ന് പങ്കെടുക്കാം. അയാളെ ഒരു പന്തുണ്ട്. ആ പന്ത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് അയാൾ ഇംഗ്ലീഷിലും ഇതിലൊക്കെ ഓരോ ഇതുകൾ പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഒപ്പം നാടകം സോളോ ഭയങ്കര രസമായിരുന്നു. ഏതോ ഒരു വിദേശ രാജ്യത്ത് നാടകം, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ കുറെ ഇതുകള്. അപ്പൊ അതിന്റെ ഇത് എനിക്കറിയില്ല. ഏതിന്റെ? പ്രൊസീനിയത്തിന്റെ. അത് ചോദിക്കാൻ മറന്നല്ലേ പ്രേമേട്ടനോട്, എങ്ങനെ ആ പേര് വന്നു? ഇതിലൊക്കെ ആവട്ടെ. എന്തായാലും നല്ല രസമാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തർക്കിക്കുക. ഇപ്പം നന്നായി ഇത് ചെയ്തിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ എനിക്കറിയാത്തത് ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുമല്ലോ. നമുക്കറിയാത്തത് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് പറഞ്ഞു തരും. അതെ, ഇതൊക്കെയാണ്.
കൊള്ളി കലകലന്നുള്ള കൊള്ളിനെ ഇങ്ങനെ അവർ പറഞ്ഞ നന്നായി വേവണ കൊള്ളിയെന്ന് പറഞ്ഞു. അല്ല ചേട്ടൻ്റെ അടുത്ത കൊള്ളിയൊക്കെ കഴിഞ്ഞാ? അത് വെള്ളം കയറിയിട്ട് ഞാൻ കൊള്ളി പറിക്കാൻ പോയി. ഇപ്പോൾ വെള്ളത്തിലല്ലേ നിൽക്കണതൊക്കെ. ഇപ്പം നമ്മുടെ കൊള്ളിയും വെള്ളത്തിലാണ് നിൽക്കണത്. അപ്പോൾ പറിച്ചപ്പോൾ അത് താങ്ങി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തൊരു താങ്ങിനാവോ. നമ്മുടെ കൊള്ളി വെന്തുട്ടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഇത് ഇറക്കിയിട്ട് വെള്ളം ഊറ്റി കളയാം. ഇതെങ്ങനെയാ നന്നായിട്ട് വെന്ത് ഉടയണാ? അങ്ങനെയാണോ ഇതിൻ്റെ രീതി? കുഴപ്പമില്ലാത്ത രീതിയിൽ. നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചേ? നമ്മൾ ഉപ്പിട്ടു. എന്നിട്ട് ഇതിനൊരു കരകരപ്പൂല്ലല്ലോ, സൂപ്പറായിട്ട് വെന്തുണ്ട്. ഞാൻ വെള്ളം ഊറ്റി കളയുന്നു. മഴ വരുന്നു ചേട്ടാ. അയ്യോ ഇത് വെള്ളം ഊറ്റി കളയുന്നു. മഴയേ മഴയേ. അയ്യോ അവിടത്തെ പുല്ല് പുല്ലിനൊരു കുഴപ്പമില്ല. വെള്ളം ഊറ്റി കളഞ്ഞു കേട്ടാ. ഇനി ഇത് വീണ്ടും നടപ്പത്ത് വയ്ക്കുന്ന വെറുതെ. അവിടെ ഒന്ന് വേഗം ഇത്തിരി വെള്ളം ഒഴിച്ച മതി. മഴ വരാൻ സൗണ്ട് പോലെ തോന്നിയതല്ലേ വണ്ടി പോയി. അടപ്പത്ത് ഒന്നുകൂടി വെക്കുന്നു കേട്ടാ. അടപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ചാർലി ഈ കൂട്ടില്ലേ ഇവനെ അലിക്കുന്നു കിട്ടുന്നു. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കുന്നു കേട്ടോ. മിക്സ് ആക്കിയിട്ട് 1 മിനിറ്റ് നേരം മൂടി വയ്ക്കുന്നു. 1 മിനിറ്റ് നേരം മൂടി വയ്ക്കുന്നു കേട്ടോ. കഴിഞ്ഞു റെഡി. ഉപ്പ് കുറവാ. ഉപ്പ് കുറവാ. അപ്പോൾ നമുക്ക് ഉപ്പ് തിരി ചേർക്കട്ടെ. പക്ഷേ ഇറക്കി വെച്ചിട്ട് ഉപ്പ് ചേർക്കാം. മതി. ഒരു സ്വല്പം ഉപ്പ് ചേർക്കണമല്ലോ. അപ്പോൾ കിട്ടിയത് മുഴുവൻ ഇതിന്റെ അരപ്പാ. അതെ, അതുകൊണ്ടാ ഉപ്പില്ലാത്ത ചേട്ടാ. ഇത് ഉപ്പ് തിരി ചേർക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു തുണ്ടുതാ. നന്നായി ഇതിൻ്റെ കയ്യിലിൻ്റെ മാട വെച്ചിട്ട് ഇളക്കാനാ പറഞ്ഞു പോണത്. അതിൽ ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഉടയണം കേട്ടോ. നല്ല കോമ്പിനേഷനായിട്ടാ. ഇനി നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് ഒരു തുണ്ടുതാ ചേട്ടാ. ഒരു പൊട്ട് വേണം നിനക്ക്. മതി മതി മതി, ലേശം മതി. വേപ്പിലിടില്ലേ? വേപ്പിലരെ പറ്റി ഒരു അക്ഷരം വേണ്ടരുത്. ജീരകം വേപ്പില അവർക്ക് പറ്റിയിരുന്ന ഒരു അക്ഷരം വേണ്ടാൻ പാടില്ല ഇതിൽ. കഥയിൽ ചോദ്യമൊന്നുമില്ല. നമുക്ക് ഇട്ടൂടെ? ഇനി നമ്മൾ ചെയ്യാൻ പോണതേ അത് മൂടിയിരിക്കട്ടാ. ഇപ്പൊ ഉപ്പുണ്ട്. ഉപ്പുണ്ടല്ലേ? അടിപൊളി ചെയ്യാ. മൂടിയിരിക്കുന്നു. ചാറിൽ കുറയ്ക്കണ്ടല്ലോ. ആരോ വരുന്നെന്ന് തോന്നുന്നു. നല്ല മഴയായി. ഇനി നമ്മളേ ഇതിന് ചമ്മന്തി അരയ്ക്കാൻ പോയിട്ടാ. ഭയങ്കര ഇരുട്ട് കുത്തിയ അന്തരീക്ഷം. നോക്കിയേ അവിടെ നോക്കിയേ, കണ്ട ഇരുട്ട് കുത്തി. ഇനി നമ്മളിതിനെ ഒരു ഉണക്കമീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഉണക്കമീനെ ചുടുന്നു. അമ്മി മരക്കണം. മഴ എപ്പോഴേക്കും പോവും. അതേ, ഈ ഉണക്കമീൻ നമ്മള് മാന്തലാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയ മാന്തലാണ് ഇട്ടാ. കണ്ട ലാസ്റ്റാണ്. അപ്പൊ ഞാൻ ഉണക്കമുള്ളൻ അല്ലെങ്കിൽ മറ്റേ ഉണക്കയില ഉണക്കച്ചാളയ്ക്ക് ഇതിനെ ഉപയോഗിക്കുക. അതൊക്കെ കിട്ടും. മാന്തൾ ഉപയോഗിക്കുക അല്ല, പൊതുവെ ഉപയോഗിക്കുന്നത് അതാണ്. അപ്പൊ ഞാനതൊന്നും എടുത്തില്ല. അപ്പൊ നമ്മള് ഉണക്കമാന്തൽ ചൂടുന്നുണ്ട്. അല്ല, അതിന്റെ ആവശ്യമില്ലാന്ന്. അപ്പൊ ഇതിന്റെ മീതത്തിരി കനലാണ്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ചൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. നമ്മള് എനിക്ക് കാണാം അതിന് മീത കനലാണ്ട് കിടക്കട്ടെ കേട്ടാ. അപ്പോൾ ഉണക്കമാന്തൽ ചൂടും നമ്മൾ. രസല്ലേ കൂട്ടാൻ? ജീരകം കൂടി വേണ്ടതായിരുന്നു. കഴിച്ചു നോക്കിത്തിരി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കിട്ടാ. ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ, ഒരു 1-1.5 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. അടിപൊളി കൂട്ടതിൻ്റെ
ഇനി അവരിക്കട്ടെ പുകയാണല്ലേ. ചമ്മന്തി ഒക്കെ നമ്മുടെ മാന്തളം എന്തായോ ഭയങ്കര മഴയാ, കണ്ണ് കാണില്ലേ ആർക്കും. മാന്തളെ നമുക്ക് നമ്മുടെ മാന്തളം എടുക്കാം കേട്ടോ. അതെ 1 2. ഇനി നമുക്ക് ഈ അടുപ്പിൻ്റെ ആവശ്യമില്ല, മൂടി വയ്ക്കാം. ഈ മാന്തളം ചൂടാറിയിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ 2 മാന്തളുകൾ എടുത്തു കേട്ടോ. ഇവരെ നമ്മൾ ഞാൻ തൊലി കളയുന്നുണ്ട്. ഇവരെ തൊലി കിട്ടുമെന്ന് എനിക്കറിയില്ല. തൊലി കളഞ്ഞിട്ടേ സരിത തൊലി കിട്ടില്ല എന്ന് തോന്നുന്നു. സരിത കിട്ടും 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 തൊലി കിട്ടിട്ടേ. നമ്മളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചൂടാറുണ്ട്, ചുട്ട് ചമ്മന്തി അരക്കും. ഇതാണ്ടാ ഇത് ഇപ്പോൾ ഈ ഉണക്കയിലേക്ക് തൊലി അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉണക്ക മാന്തളില്ലേ അടിപൊളി സാധനം കേട്ടാ. ഇതേ കണ്ടാ ഇങ്ങനെ ആക്കി. ശരിക്കും എന്തൊരു എളുപ്പാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ അല്ലേ, വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. എന്നിട്ട് ആളുകൾ പറയും, ചിലവര് കമന്റ് ഇട്ടോണേ നമ്മൾ ഉണക്ക മാന്തള് ഇട്ട് തന്നെ പറയാ അത് ഫ്രിഡ്ജിൽ വെച്ച തണുപ്പിച്ച മീനാന്ന് ചിലവര്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞൂടെ അല്ലേ. എത്ര വർഷങ്ങളായിട്ട് നമ്മള് നമ്മുടെ മീൻകാരൻ പോൾസൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള നമുക്ക്. അല്ലല്ല ഷാജിയേട്ടൻ, നമ്മുടെ ഷാജിയേട്ടൻ മാന്തള് പറഞ്ഞത് പോൾസേട്ടനാണ്. മറ്റു ഷാജിയേട്ടൻ ഉണക്കയില എത്ര കൊല്ലം മുന്നേ നമ്മൾ അല്ലഞ്ചേട്ടനോട് താമസിക്കുമ്പോഴാ അത് ഇവിടെ വീടായതിന് ശേഷമാണ് അപ്പൊ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ തൊട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. ഇത്രയും വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കണം നമ്മളോടാണ് പറയണേ അതാവില്ല. ഉണക്കമാന്തല് കഴുകാം. വെറുതെ കഴിയാൻ ഉപ്പ് കറക്റ്റ് ചമ്മതിരിക്കും പാകായിരിക്കേ. അതങ്ങനെ കുറച്ച് സമയം കഴുകി വെച്ചിട്ട് ഉപ്പൊന്നും പോവില്ല ചേട്ടാ. ഇല്ല ഇത് കറക്റ്റ് പാകാണ്ടി. മഴ പെയ്യണ്ടാ? ചെറുതായിട്ട് പെയിന്റ്. അപ്പോൾ നമ്മുടെ മാന്തള് വേവിച്ച മാന്തള് ഇട്ടു. പിന്നെ പച്ചമുളക്, കുറച്ച് ഉള്ളി, കുറച്ച് പുളി, ഉപ്പ് പിന്നെ വേണ്ട. ഇനി നമുക്കിത് കൂടിയിട്ട് അരയ്ക്കാം, അമ്മിയും അരയ്ക്കാം. കറണ്ട് പോയില്ല, മഴ പോയി. കറണ്ട് പോയി എന്നാ പറയുന്നത്. അമ്മിയും വിളിക്കൊണ്ട് നമുക്ക്. സൂപ്പർ മഴ പെയ്തു. സരി അടിപൊളി. ഇവിടെ കണ്ട ഇവിടെ മാത്രം വെള്ളം വരുന്നത് എന്താന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പഴാ മനസ്സിലായേ. ഈ അമ്മീമെ തട്ടിയിട്ട് തെറുക്കിയ വെള്ളം കിട്. പിന്നെ ഇത് ഇവിടെ ഈ ഒരു ഓട് പൊട്ടിയിട്ട് ഇരിക്കണേ, ഇതിന്റെ ഇടുക്കി കൂടി വെള്ളം വരും. കണ്ടാ ഇങ്ങോട്ട് വരും. അതാ നോക്കൂ കണ്ടാ, അതിന്റെ ഇടയിൽ കൂടെ വെള്ളം വന്ന് വീഴുന്നുണ്ട്. അരച്ചോ. ആദ്യം പച്ചമുളക്. എന്താ എന്നോട് ചോദിക്കണ്? അല്ല ഒരു ചമ്മന്തി അരക്കണതിന്റെ രീതിയാണ് പറയുന്നത്. ആദ്യം പച്ചമുളക് ഒന്ന് അരച്ചിട്ട് ഇനി ഉള്ളി. എന്തുട്ടാ ഇതിൻ്റെ മണം വരുമ്പോൾ നോക്കിയ സരിത, ചൂനിയമുളകിൻ്റെ മണം വരുമ്പോൾ നമുക്ക് മഴയും എന്തെന്നാ പറയാ, ഒരു പാട്ട് വേണം കേട്ടാ, ഒരു പാട്ട്. ലാസ്റ്റ് മീൻ അരയ്ക്കാം. ഇങ്ങനത്തെ ചമ്മന്തിക്കില്ലേ നമുക്ക് ഈ വിദേശ മലയാളികൾക്കാണ് ശരിക്ക് കൊതിയാവല്ലേ. ഈ കിണർന്ന് അറിഞ്ഞു എന്നുള്ളതാ. നാളികേരം നിറച്ച് ഉള്ളി അരഞ്ഞു. നമ്മുടെ മീനിടണം കേട്ടോ. അതെ മീൻ മുള്ളടക്കണം പടയ്ക്കുന്നത് കേട്ടോ. പുളിൻ്റെ ഒപ്പം അരച്ചോളൂ സരിത. പുളി ഇട്ടു കേട്ടോ. കണ്ട അടിപൊളിയായിട്ട് അരഞ്ഞു കേട്ടോ. ഒരു വട്ടം കൂടിയും അരക്കിട്ട് ഞാൻ. ലാസ്റ്റ് അര
6:23 കഴിഞ്ഞു കഴിഞ്ഞു. ആ ടീച്ചർ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ഇല്ല വേണ്ട. നമ്മുടെ ചമ്മന്തി അരയിൽ കഴിഞ്ഞു കേട്ടോ. ഇനി അത് ഒരു ഇതിലേക്ക് ആക്കാം നമുക്ക്. ഇതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ലേ? എന്ത് ഇതാണ് ചില സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാർ നമ്മുടെ ചാനൽ നന്നായിട്ട് കാണുന്ന അവരുടെ ഭർത്താക്കന്മാർ വിളിക്കും ചേട്ടനെ, നിങ്ങൾ കാരണം സ്വസ്ഥ നഷ്ടപ്പെട്ടു, അജ് കണ്ട സരിതയ്ക്ക് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, നിങ്ങൾ എന്തിട്ട് തേങ്ങ ചെയ്തു തരണേ വെച്ചിട്ട് കുടുംബകലഹാണെന്ന് ചില വീടുകളിൽ. ഞാൻ മനുഷ്യ, നിങ്ങൾ ഓരോ പണികൾ എടുത്തിട്ട് അതൊക്കെ വീഡിയോ എടുത്തിടുന്ന കാരണം ഞങ്ങൾക്കാണ് സ്വൈര്യം പോണെന്ന് പറഞ്ഞിട്ടേ. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട എന്താവും? അവിടെ അതൊന്നല്ല ശ്രദ്ധ. എന്തേ എന്തുട്ടാ അതിന്റെ രസം പറയാൻ വാക്കുകളില്ല. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ കേട്ടത് കേട്ടാ. കഴിഞ്ഞു പരിപാടി. ഇനി നമുക്ക് അതേ കറണ്ട് പോയി, പെട്ടെന്ന് കറണ്ട് പോയി. നമുക്ക് ഈ പുറത്തേക്ക് ഒന്ന് എടുത്തിട്ട് കാണിക്കാം. സരിത വെളിച്ചെണ്ണ കുപ്പി എടുത്തോ, ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇരട്ടായി സെൻറ്ററിലേക്ക് ഇത്തിരി ഒഴിച്ചോ. ആ മതി 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 മതി. ചാരിക്കുന്നു. ഇവിടെ കൊള്ളി എടുക്കാം നമുക്ക്. കുറച്ചുകൂടി വേണ്ടി വരും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സൂപ്പറാക്കിയിട്ടാ. ഇരട്ടതാണ് നമ്മൾ. നമുക്ക് കൊള്ളി എടുക്കാം. ആ കറണ്ട് വന്നു, കറണ്ട് വന്നു. ശുഭലക്ഷണം. എന്താല്ലേ ആ സമയത്തേക്ക് കറണ്ടേ വന്നു. എടുക്കാം, ചൂടുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. മൈക്ക് ഇവിടെ ഊരിക്കണം. ഏയ് ചമ്മന്തി ചൂടാറാൻ. ചമ്മന്തി ഈ സൈഡിലേക്ക് ഇടാം. അല്ല എന്തായാലും ചൂടാറാൻ വെയിറ്റ് ചെയ്യണ്ടേ? ചമ്മന്തി ചൂടാറട്ടെ. ഒരു മിനിറ്റ് ജഗുവിനെ വിളിച്ചിട്ട് വരട്ടെ. ചൂടാറിയ ആ അപ്പോൾ നമ്മൾ കഴിക്കുന്നേട്ടാ. ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കുന്നേ. ചൂടില്ലല്ലോ? ചൂടില്ലേ. ഞാൻ നേരത്തെ കഴിച്ചതാ. ചമ്മന്തി ചേർത്തിട്ട് കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കിയേ. ചമ്മന്തി ചേർത്തിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോ? അതിൽ ചമ്മന്തി ഉണ്ടായിരുന്നു, അതറിഞ്ഞില്ലേ? കുറച്ചുകൂടി ചമ്മന്തി കൂട്ടി ചേർത്തിട്ട് തരാം. അടിപൊളി ചമ്മന്തി കൂട്ടി കഴിക്കണം കേട്ടാ. ചമ്മന്തി രസല്ലേ? ജഗ് കുഴപ്പമില്ലെന്ന് പറഞ്ഞ അപ്പിലില്ല. സൂപ്പറാന്ന് അർത്ഥം. ഞാൻ ചമ്മന്തി ചേർത്ത് കഴിച്ചോട്ടെ. കട്ടൻ ചായ ഉണ്ടാക്കിയില്ല ചേട്ടാ ഞങ്ങൾ. മഴ പെയ്തായിരുന്ന അതിൻ്റെ നന്നായില്ലേ? ഈ ചമ്മന്തിനേക്കാളും നല്ലത് നല്ല കുത്തരി കഞ്ഞിയൊക്കെ ചൂട്ടോടെ അതിൻ്റെ കൂടെ ഈ ചമ്മന്തി സൂപ്പറാ അല്ലേ? അതന്നെ ഞാനും പറഞ്ഞേ, കഞ്ഞിയുടെ കൂടെ നല്ലത്. അപ്പോൾ കാലം കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.